ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ടും എല്ലാ ദിവസവും ഒരേപോലുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു മടുത്തവർക്ക് വളരെ സ്പെഷ്യലായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പാൽപുട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ പാൽപുട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ സിമ്പിളാണ്. ഫസ്റ്റ് നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു 1/4 കപ്പ് അളവിൽ പുട്ടുപൊടിയാണ്. അപ്പോൾ നമ്മൾ റെഡിമെയ്ഡായിട്ട് വാങ്ങുന്ന പുട്ടുപൊടിയാണെന്നുണ്ടെങ്കിൽ അതിൽ തയ്യാറാക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന പുട്ടുപൊടിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും അതിലും ചെയ്തെടുക്കാം. ഈ പുട്ടുപൊടിക്ക് പകരം നമുക്ക് അരിപ്പൊടിയിലും തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. പുട്ടുപൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് അളവിൽ പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിയിലാണ്, വറുത്ത പച്ചരി പൊടിയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ 1 കപ്പ് അളവിൽ അരിപ്പൊടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. പുട്ടുപൊടിയിലേക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് അളവിൽ മാത്രം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. പുട്ടുപൊടി ആയതിൻ്റെ പേരിൽ കുറച്ച് സമയം നമ്മളൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെച്ചിരിക്കണം. ഒരു 3-4 മിനിറ്റ് മാത്രം വെച്ചിരുന്നാൽ മതിയാവും. കൂടുതൽ സമയമൊന്നും വെച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇതിപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ പുട്ടുപൊടിയെല്ലാം നല്ലതുപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിതിലേക്ക് ബാക്കി ചേരുവകളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പുട്ടുപൊടി നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷം മാത്രമേ ബാക്കി ചേരുവകൾ ചേർക്കാൻ പാടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചിരകിയ തേങ്ങയാണ്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള തേങ്ങ നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ട അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ക്യാരറ്റും കൂടിയാണ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തത്. അപ്പോൾ മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തതാണ്. അതുകൂടി ചേർക്കാം. ഗ്രേറ്റ് ചെയ്തല്ല നമ്മൾ ചേർക്കുന്നതെങ്കിൽ ചെറുതായിട്ട് വേണം അരിഞ്ഞ് ചേർക്കാനായിട്ട്. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ട പ്രധാനപ്പെട്ട അടുത്ത കാര്യമാണ് പാൽപ്പൊടിയും കൂടി. ഒരു 2 സ്പൂണ് നിറയെ ഞാൻ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ പാൽപ്പൊടി നമ്മൾ ചേർത്തിട്ട് ഈ പാൽപ്പൊടി തയ്യാറാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ആ പാൽപ്പൊടി കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട, ഇതുപോലെ 2 സ്പൂൺ അളവിൽ മതിയാവും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ പാൽപ്പൊടിക്ക് പകരം പാലിലും തയ്യാറാക്കാവുന്നതാണ്. പാലിലാണ് നമ്മളിത് തയ്യാറാക്കുന്നതെങ്കിൽ നമ്മൾ നേരത്തെ പുട്ടുപൊടി വിരകി വെച്ചില്ലേ, വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളത്തിന് പകരം നല്ല കട്ടിയായിട്ടുള്ള പാൽ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നീട് ബാക്കി ചേരുവകൾ ചേർക്കാവുന്നതാണ്. പക്ഷേ നമ്മളിപ്പോൾ പാൽ ചേർക്കുന്നതിനേക്കാളും പാൽപ്പൊടിയിൽ തയ്യാറാക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് പ്രത്യേക ടേസ്റ്റ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇനിയിപ്പോൾ പാൽപ്പൊടി ഇല്ലയെന്ന് വെച്ചിട്ട് തയ്യാറാക്കാതിരിക്കേണ്ട, പാലിൽ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പഞ്ചസാരയും കൂടിയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് നമ്മളിപ്പോൾ പഞ്ചസാര ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ കുറച്ച് കൂടുതൽ കുട്ടികൾക്ക് മധുരം ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി പഞ്ചസാര കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പഞ്ചസാര കൂട്ടിയാണ് പുട്ട് കഴിക്കാൻ താല്പര്യമുള്ളവരെങ്കിൽ ഉറപ്പായിട്ട് ഇതിലേക്ക് തന്നെ പഞ്ചസാര ചേർത്തേക്കണം. ഇനി നമുക്കിതിലേക്ക് എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ തന്നെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം, പിന്നീട് നമ്മൾ വെള്ളം ഒന്നും ചേർക്കാൻ വേണ്ടി നിൽക്കരുത്. കാരണം പിന്നീട് വെള്ളം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പാൽപ്പൊടിയൊക്കെ പെട്ടെന്ന് അലിഞ്ഞ് അതിൻ്റെ കൂടെ ചേർന്ന് പോകും കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിലാണ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. ഇതുപോലെ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതൊന്ന് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണം. ഒന്നുകിൽ നമുക്ക് ഇത് സാധാരണ നമ്മൾ പുട്ട് തയ്യാറാക്കുന്നില്ലേ, ചിരട്ട പുട്ട് തയ്യാറാക്കുന്ന അതിൽ വെച്ചിട്ട് നമുക്ക് പുട്ട് പോലെ തയ്യാറാക്കി ചിരട്ട പുട്ട് പോലെ തയ്യാറാക്കിയെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നീളത്തിലുള്ള പുട്ടുകുറ്റിയിൽ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും അതിൽ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇത് രണ്ടിന് പകരമായിട്ട് നമുക്കിതെല്ലാം കൂടി ഒരുമിച്ചിട്ടും നല്ല സൂപ്പറായിട്ട് പുട്ട് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. കുറച്ചായിട്ട് അങ്ങനെ തയ്യാറാക്കുന്നതിനേക്കാളും വളരെ സിമ്പിളായിട്ട് എല്ലാം കൂടി ഒരുമിച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു മെത്തേഡാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ആവി ചെമ്പിലേക്ക് ഞാനിപ്പോൾ വെള്ളം വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് തിളച്ച് വരികയാണ്. ഈ ഒരു സമയം ഇതിന് മുകളിലേക്ക് നമുക്ക് തട്ടൊന്നിട്ട് കൊടുക്കാം. അപ്പോൾ ആ തട്ടിലേക്ക് ഞാനിപ്പോൾ ഒരു ചെറിയൊരു വാഴയിലയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വാഴയിലയുടെ ആ ഒരു നല്ല ചൂടായി വരുമ്പോഴത്തേക്ക് ആ വാഴയിലയുടെ നല്ലൊരു ഫ്ലേവർ ഉണ്ടല്ലോ, അതുകൂടി നമ്മുടെ ഈ പുട്ടിലേക്ക് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ പുട്ടുപൊടിയുടെ മിക്സും കൂടി ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നമ്മൾ ഇപ്പോൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള കംപ്ലീറ്റ് പുട്ടുപൊടിയുടെ മിക്സ് ചേർക്കാവുന്നതാണ് കേട്ടോ. ഒരുമിച്ച് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം. അതായത് കുറച്ച് ഇതുപോലുള്ള അത്യാവശ്യം വലിപ്പമുള്ള ഒരു ആവിച്ചെമ്പാണെന്നുണ്ടെങ്കിൽ, അതല്ല കുറച്ചും കൂടി നമുക്ക് പല ആവിച്ചെമ്പുകളും അതിൻ്റെതായ രീതിക്കുള്ള ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള നമുക്ക് എത്രത്തോളം അതിൽ ഫില്ല് ചെയ്യാൻ പറ്റുമോ അതിനനുസരിച്ചിട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഇതിലേക്ക് കംപ്ലീറ്റ് നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുള്ള കംപ്ലീറ്റ് പുട്ടുപൊടിയുടെ മിക്സും വെച്ച് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് എല്ലാം വെച്ച് എടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട നല്ലതുപോലെ ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് 6-7 മിനിറ്റ് മാത്രം ഒന്ന് ആവിയിൽ വെച്ച് വേവിച്ചെടുത്താൽ മതിയാവും. അത്രയും സമയം കൊണ്ട് തന്നെ നന്നായിട്ട് ഈ പുട്ടിൻ്റെ മിക്സ് എല്ലാം ഒന്ന് വെന്ത് കിട്ടിക്കോളും. ഫ്ലെയിം മീഡിയത്തിൽ വേണം വെച്ചിരിക്കാനായിട്ട്, ഒരുപാട് ഹൈ ഫ്ലെയിം വെക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ശരി, ഒരു 6-7 മിനിറ്റ് ഇതിങ്ങനെ ഒന്നിരിക്കട്ടെ. ഇതിപ്പോൾ ഒരു 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ പാൽപുട്ട് നല്ല സൂപ്പറായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഒരുമിച്ച് തന്നെ എല്ലാം ഒരേ സ്റ്റെപ്പിൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ആവശ്യമുള്ളത് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. കൂടെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ, നിർബന്ധമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ 2 പപ്പടമൊക്കെ വെച്ച് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പഴത്തിൻ്റെ കൂടെ കഴിക്കാം, വേണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കറികളുടെ കൂടെ കഴിക്കാം, വെറുതെയും കഴിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് വേറെ കറികളൊന്നും ആവശ്യവുമില്ല. ഉറപ്പായിട്ട് ഇതുവരെ ഇതുപോലൊരു പാൽപുട്ട് തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.